ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരും കർത്താവിന് ഏറ്റവും സ്നേഹമുള്ളവരുമായ വചനകേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്നു കൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ദൈവം ഒരുക്കി തരുന്ന അനുഗ്രഹീത സന്ദർഭത്തിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതിയും മഹത്വവും നമ്മുടെ ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് വചനം താല്പര്യത്തോടെ കേൾക്കാൻ അതീവ ആശ്രയബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവ് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, പുതുവഴികളും മറഞ്ഞിരിക്കുന്ന മാർഗങ്ങളും ദൈവം നമുക്ക് ബോധ്യമാക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ആലോചനയ്ക്ക് ആധാരമായ വേദഭാഗം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 38 അധ്യായം 16 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 38 അധ്യായം 16 വാക്യം. കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. ഞാൻ ഒന്നോടെ വാക്ക് പറഞ്ഞു തരട്ടെ. കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. ഈ വാക്യത്തിനകത്ത് മറഞ്ഞു കിടക്കുകയാണ്. എന്താ മറഞ്ഞു കിടക്കുന്നത്? വാക്യം ഇങ്ങനെയാണ്: മനുഷ്യർ അതിനാൽ ജീവിക്കും, അതിനാൽ ജീവിക്കും എന്ന് പറയുമ്പോൾ ഏതിനാൽ എന്നൊരു ചോദ്യം വരുമല്ലോ. എൻ്റെ ജീവനും കേവലം അതിലത്രേ എന്ന് പറയുമ്പോൾ ഏതിലത്രേ എന്നൊരു ചോദ്യം വരുമല്ലോ. അങ്ങനെ അങ്ങെന്നെ സൗഖ്യമാക്കി എന്നെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നൊരു ചോദ്യം വരുമല്ലോ. 3 കാര്യങ്ങൾ: അതിനാൽ, അതിലത്രേ, അങ്ങനെ എന്ന് 3 പദങ്ങൾ. ഏതോ ഒരു വസ്തുതയെ ഈ ഹിസ്കിയാ രാജാവ് തൻ്റെ ദീനം പിടിച്ച് കിടക്കുന്ന സമയം, മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുന്ന സന്ദർഭം, ഇനി ജീവിക്കത്തില്ല എന്ന് ദൈവമായ കർത്താവ് യെശയ്യാവിനെ പറഞ്ഞയച്ച് ദൂത് പറഞ്ഞ ഒരു പ്രത്യേകമായിരിക്കുന്ന വൈകാരിക സന്ദർഭം. ആ സമയത്ത് ദൈവത്തോട് തേങ്ങലോടും ഏങ്ങലോടും കൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ദൈവത്തോട് പറയുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനം മാതിരിയുള്ള വാക്കാണത്. അപ്പം അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം എന്തോ മനസ്സിൽ കണ്ടു, അദ്ദേഹം എന്തോ ദൂരവേ കണ്ടു. എന്നിട്ട് ആ ഒരു വസ്തുതയെ, ആ ഒരു സത്യത്തെ, ആ ഒരു കാര്യത്തെ ഉള്ളിൽ പേറിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ സംഭവത്തെ ഗർഭം ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതിനാൽ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് വായിക്കുമ്പോൾ? ഞാനിത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിനാൽ മനുഷ്യൻ ജീവിക്കും, അതിനകത്താണ് എൻ്റെ ജീവനം, അങ്ങനെ ഞാൻ സൗഖ്യമാകും എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം കണ്ടത്? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ അതിനാൽ, അതിലത്രേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത് എന്നത് ഇന്ന് രാവിലെ വചനം വായിച്ചപ്പോൾ എന്നെ അസ്വസ്ഥമാക്കിയ ദൈവമക്കളെ, ഞാൻ അവിടെ ചുറ്റും മുഴുവൻ പരിശോധിച്ചു. എന്തിനാലാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചിന്തയിൽ ഞാൻ മുകളിലും താഴെയൊക്കെ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സന്ദർഭങ്ങളാണ്, ചില കാര്യങ്ങളൊക്കെ ഇമ്പാക്റ്റുകളാണ്. എന്നാൽ 14 വാക്യത്തിൽ ഞാൻ ആ സത്യം മനസ്സിലാക്കി. അത് നിങ്ങളോട് പങ്കുവയ്ക്കാം. നമുക്കും അതിനാൽ ജീവിക്കാം, നമ്മുടെ ജീവിതവും അതിനകത്താക്കാം. ആരെങ്കിലും വിഷമത്തിലോ രോഗത്തിലോ കഷ്ടത്തിലോ പ്രയാസത്തിലാണെങ്കിൽ നമുക്കങ്ങനെ ഈ ഹിസ്കിയാവ് പറഞ്ഞതുപോലെ തന്നെ അതിനാൽ നമുക്ക് സൗഖ്യമാകാം, അതിനാൽ നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഏതിനാൽ എന്ന ചോദ്യമല്ലേ 14 വാക്യം വായിച്ചെങ്കിലേ നമുക്കത് തെളിഞ്ഞു കിട്ടത്തുള്ളൂ. 14 വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു, ഞാൻ പ്രാവിനെ പോലെ കുറുകി, എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, അങ്ങ് എനിക്ക് ഇട നിൽക്കണമേ. അതാണ് അദ്ദേഹം ഇതിനകത്ത് കണ്ടിരിക്കുന്ന പിടിവള്ളി. ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്ത് പറയേണ്ടു? അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, അവൻ അത് നിവർത്തിച്ചിരിക്കുന്നു, എൻ്റെ മനോവ്യസന ഹേതുവായി ഞാൻ എൻ്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് നമുക്കൊരു വേദപുസ്തക തത്വം അനുസരിച്ച് അതാണ്. ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് തെളിയിക്കാൻ വേണ്ടി നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം 15 വാക്യം, എൻ്റെ മനോവ്യസന ഹേതുവായി ഞാൻ എൻ്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും.
ഇപ്പോൾ സാവധാനത്തോടെ നടന്നാൽ സൗഖ്യമാകുമോ? സാവധാനത്തോടെ നടന്നാൽ ജീവിക്കുമോ? സാവധാനത്തോടെ അതല്ല. അതാണെങ്കിൽ ഒരു ആത്മീക അർത്ഥം നമുക്ക് സമ്പാദിച്ച് കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്. എൻ്റെ രോഗം മാറിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എനിക്ക് മനോവ്യസനമായിരിക്കും, എനിക്ക് പിന്നെ സാവധാനത്തോടെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും എൻ്റെ കാര്യങ്ങളെല്ലാം സ്ലോ ഡൗൺ ആയി പോകും എന്നതാണല്ലോ ആ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പം സൗഖ്യമായ അദ്ദേഹത്തിന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കാലോ. സൗഖ്യമായ പിന്നെ അദ്ദേഹത്തിന് മനോവ്യസനത്തിന് കാരണമില്ലല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏതിനാൽ, എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് 14 വാക്യം മാത്രമാണ് ഉത്തരം തരുന്നത്. 14 വാക്യത്തിൻ്റെ ഉള്ളടക്കം എന്താ? 14 വാക്യത്തിനകത്ത് അദ്ദേഹം പറയുകയാണ്, മീവൽ പക്ഷിയും കൊക്കും എന്ന പോലെ ഞാൻ ചെലച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒച്ചപ്പാടും ബഹളവും, അതിൻ്റെ ഡയറക്റ്റ് മീനിങ് എടുത്താൽ അർത്ഥമില്ലാത്ത വാക്കുകൊണ്ട് ചുമ്മാ പുലമ്പി എന്നൊക്കെ വരുള്ളൂ. പക്ഷേ ഇതിനൊരു ആഴമേറിയ അർത്ഥമുണ്ടെന്ന് പറയുന്നു. ഏങ്ങലടിക്കുക എന്നൊരു വസ്തുത മല്ലിച്ചപ്പോൾ സങ്കടം ഉള്ളിൽ തിങ്ങി നിറയുമ്പോൾ ഏങ്ങലടി, കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും ഏങ്ങലടിച്ച് കരയുക. കുഞ്ഞുങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ അമ്മമാർ പറയൂ, കൊച്ചിന് അത്രയും ദുഃഖം വന്നിട്ട് അത്രയും പ്രയാസം വന്നിട്ട് കുഞ്ഞെന്ത് നെടുവീർപ്പെടുന്നു, ഏങ്ങലടിക്കുന്നു എന്നൊക്കെ പറയുന്നൊരു വാക്ക് നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കാറില്ലേ? എപ്പോഴാണ്? ഒരു കൊച്ചു കാര്യത്തിലല്ല, മനസ്സിൻ്റെ ആഴത്തിലൊരു കുഞ്ഞിന് ഏറ്റവും മനോപ്രയാസമുണ്ടാകുന്ന സമയത്താണ് ഏങ്ങലടിക്കുന്നത്. ഉറക്കത്തിൽ പോലും കുഞ്ഞുങ്ങളങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ആ ഉള്ളിൽ ഭയങ്കരമായിരിക്കുന്ന വേദന തിങ്ങി. അപ്പോൾ ഇവിടെ കൊക്കോ മീവൽ പക്ഷി പോലെ ചെലച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടന്ന് ചള്ളും പൊട്ടും പറഞ്ഞുകൊണ്ടിരുന്നല്ല. ഉള്ളത്തിൻ്റെ ഉള്ളിൽ ജീവിതം ബാക്കി കിടക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊരു തേങ്ങൽ, ഒരേങ്ങലടി അദ്ദേഹത്തിൻ്റെ അകത്തുണ്ടായി. പ്രാവിനെപ്പോലെ കുറുകി എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏങ്ങലടിച്ചതുകൊണ്ടോ കുറുകി കുഞ്ഞായതുകൊണ്ടോ കഥയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. ഉയരത്തിലേക്ക് നോക്കുക എന്നത് വേദപുസ്തകത്തിലെ ഒരുപാടെടുത്ത് പറയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഉയരത്തിലേക്ക് നോക്കുക എന്നുള്ളത് കൊണ്ട് വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാരുദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം തേടുക എന്നുള്ളതാണ്. പ്രിയരെ, തേങ്ങിക്കരഞ്ഞുകൊണ്ട് കുറുകിക്കരഞ്ഞുകൊണ്ട് ഉയരത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ക്ഷീണിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരുപാട് നടന്നാൽ ക്ഷീണിക്കും, ചിലപ്പോൾ ഒത്തിരി നേരം കരഞ്ഞാൽ ക്ഷീണിക്കും, ചിലപ്പോൾ ഒരുപാട് ആഹാരം കഴിച്ചാൽ ക്ഷീണിക്കും, ചിലപ്പോൾ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ ക്ഷീണിക്കും, അങ്ങനെ ഒത്തിരി രോഗം വന്നാൽ ക്ഷീണിക്കും ഒക്കെ. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രോഗം വന്ന് ക്ഷീണിച്ചതോ അല്ലെങ്കിൽ ഒരുപാട് കരഞ്ഞ് ക്ഷീണിച്ചതല്ല, ഞാൻ ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചെന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി കണ്ണ് നട്ടിരിക്കുന്നത് കൊണ്ട് ക്ഷീണിച്ചു എന്ന് പറയുന്നത് മടുത്തു എന്നൊരു വാക്കല്ല. ഏത് കാര്യത്തിനും ക്ഷീണം നേരിടാം. പക്ഷേ മടുക്കാതെ, തളരാതെ, നിർത്താതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ പ്രാവ് കുറുകുന്നത് പോലെ കുറുകി നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരുന്ന് ക്ഷീണിച്ച് ഞെരുങ്ങാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ വാക്ക് പറയുന്നത്. അവിടെ ഞെരുങ്ങാൻ തുടങ്ങി. ദൈവം എനിക്കിടനിൽക്കും എന്നൊരു വിശ്വാസത്തോടെ. ആ വാക്യത്തിനകത്താണ് മാർമികമായ കാര്യങ്ങൾ കിടക്കുന്നത്. അവിടെ 3-4 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഏങ്ങലടിക്കാൻ തുടങ്ങി, ഞാൻ കുറുകാൻ തുടങ്ങി, ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി, ഞാൻ നോക്കി ക്ഷീണിക്കാൻ തുടങ്ങി, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കി ഞെരുങ്ങാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു. എന്നിട്ട് അതിനോടനുബന്ധപ്പെട്ടാണ് 16 വാക്യത്തിൽ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നത് കൊണ്ടും പ്രാവിനെ പോലെ കുറുകുന്നത് കൊണ്ടും എൻ്റെ ഉള്ളത്തിൽ ഈ വിഷയം മാത്രം കയറി ഞാൻ തേങ്ങലോടും ഏങ്ങലടിയോടും കൂടെ മാടപ്രാവ് കുറുകി കരയുന്നത് പോലെ ആരും കൂട്ടില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കുറുകി കരഞ്ഞ് തിരുമുഖം തേടുന്നത് കൊണ്ട്. എന്നിട്ടാണ് 16 വാക്യം വായിക്കേണ്ടത്. കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു. ഏതിനാൽ? എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ചുമ്മാ പ്രാർത്ഥനയ്ക്ക് പോയി നിൽക്കുമ്പോൾ മുകളിലേക്ക് നോക്കുവല്ല, പിന്നെയോ നോക്കിയിരുന്ന് കുറുകുകയാണ്, നോക്കിയിരുന്ന് ഏങ്ങലടിക്കുകയാണ്. എൻ്റെ ദൈവം ഈ വിഷയത്തിൽ എനിക്ക് ഇടനിൽക്കും എന്നൊരു ഉറപ്പ് കണ്ടോ? ഇടനിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിനകത്തൊരു കോംപ്രമൈസിലേക്ക്, ഒരു നടപടിയിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ എൻ്റെ ദൈവം എനിക്കിട നിൽക്കും. അതുവരെയും
ക്ഷീണിച്ചാലും ഞെരുങ്ങിയാലും ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് ഉയരത്തിലേക്ക് മാത്രം നോക്കും. ഒരു പ്രാവിനെ പോലെ കുറുകിക്കൊണ്ട്, ചില പക്ഷികളെ പോലെ ഏങ്ങലും തേങ്ങലും പുറപ്പെടി വെച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യർ ജീവിക്കുമെന്ന് അങ്ങനെയല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഏതിനാൽ ഈ നോട്ടത്താലും പ്രാർത്ഥനയാലും ഈ ഏകാന്ത ചിന്തയുടെ ദൈവത്തിങ്കിലേക്കുള്ള കണ്ണു പറയ്ക്കാതുള്ള നോട്ടത്താലും അതിനാൽ മനുഷ്യർ ജീവിക്കും. എൻ്റെ ജീവിതവും അതിനകത്താണ്. എൻ്റെ കിരീടത്തിലോ സിംഹാസനത്തിലോ പണത്തിലോ അല്ല. ഞാൻ ജീവിക്കുന്നതും തത്വത്തിൽ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത് കൊണ്ടാണ്. ഞാൻ സൗഖ്യമാകും. എങ്ങനെ സൗഖ്യമാകും? എങ്ങനെ ഞാൻ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കുകയും ഞാൻ അങ്ങേ നോക്കി കുറുകി കരയുകയും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഞാൻ സൗഖ്യമാകും. പ്രിയരേ, ഇതൊരു തിരുവചന തത്വമാണ്. എങ്ങനെ നീ ജീവിക്കും? എങ്ങനെ നീ സൗഖ്യമാകും? എങ്ങനെ നീ രക്ഷപ്പെടും? എങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് നീ പുറത്തു വരും? എങ്ങനെ ഇനി നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നടക്കും? ഇങ്ങനൊരു ചോദ്യം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ 14 വാക്യം നിങ്ങൾ മുറുകെ പിടിക്കണം. ലോകത്തിൽ 1000 ജീവിച്ചു, 10,000 സൗഖ്യമായി. എങ്ങനെ? ദൈവത്തിങ്കിലേക്ക് നോക്കിയതുകൊണ്ട്, കുറുകി ഞരങ്ങിക്കരഞ്ഞതുകൊണ്ട്. നിശ്ചയമായും 14 വാക്യം നമുക്ക് മാതൃകയാക്കാം. 15 വാക്യം നമുക്ക് ഹൃദയത്തിൽ പേറാം. 16 വാക്യം നമുക്ക് ഹൃദയത്തിൽ പേറാം. നമുക്കതിനായിട്ട് ഒരുങ്ങാം. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാം. ഒരു വഴിയുണ്ട്, ഒരു മുഖാന്തരമുണ്ട്, ഒരു സാധ്യതയുണ്ട് ജീവിക്കാനും സൗഖ്യമാകാനും. അത് നമുക്ക് ശരിക്കും പ്രയോജനപ്പെടുത്താം. അങ്ങനെ തന്നെ നമുക്ക് രക്ഷപ്പെടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി രോഗാതുരനായി കിടക്കുന്ന ഒരു രാജാവിൻ്റെ ദീനരോധനത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഇന്ന് ഞങ്ങളെ ചിന്തിപ്പിച്ചു. വേദപുസ്തകത്തിൽ ഈ ഭക്തൻ പറയുന്നു, അതിനാൽ മനുഷ്യർ ജീവിക്കും. അതിൽ എൻ്റെ ജീവിതം അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞാൻ സൗഖ്യമാകും. ഈ ചോദ്യത്തിൻ്റെയും ഈ മാർമിക രഹസ്യത്തിൻ്റെയും മറുപടി എൻ്റെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് കുറുകി ഞരങ്ങി കാത്തിരിക്കുന്നത് കൊണ്ടും നോക്കിയിരിക്കുന്നത് കൊണ്ടുമാണെന്ന് മനസ്സിലായല്ലോ. അപ്പാ, അത് തുടരാൻ ആര് പദ്ധതിയിടുന്നോ അവർക്ക് ഇതുപോലത്തെ വിടുതൽ ഹിസ്കിയാവിന് കിട്ടിയതുപോലെ കിട്ടട്ടെ. ദൈവം അത് ചെയ്യണം. മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.